രാഷ്ട്രീയമേ അല്ല സിനിമ സംസാരിക്കുന്നത്, മാനുഷികതയാണ് സിനിമ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പൃഥ്വിരാജ് കേരളത്തിലെ എല്ലാ സ്കൂളിലും കൊണ്ടുവരേണ്ടതാണ്. അതെന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. രാഷ്ട്രീയമേ അല്ല സിനിമ സംസാരിക്കുന്നത്, മാനുഷികതയാണ് സിനിമ സംസാരിക്കുന്നത്. ഒരു സ്കൂളിലെ ഒരു എങ്ങനെയായിരിക്കണം, ഒരു സ്കൂളിലെ ടീച്ചേഴ്സ് അധ്യാപകർ എങ്ങനെയായിരിക്കണം, കുട്ടികൾ എങ്ങനെ പെരുമാറണം, അതിനൊരു ടീച്ചിങ് അല്ലാതെ നമുക്ക് ഭയങ്കര ടീച്ചിങ് ആയിട്ട് പറഞ്ഞു തരാതെ രസകരമായ ഒരു സ്ക്രിപ്റ്റിൽ കൂടെ അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു അംബ്രല ടേമിൽ നോക്കിയാൽ സോഷ്യലിസം എങ്ങനെയാണ് കൃത്യമായി നമുക്കൊരു സമൂഹത്തിൽ ഒരു സ്കൂളിൽ പറയാൻ പറ്റുന്നെന്ന് ആ സിനിമ പറയുന്നുണ്ട്. അതിനകത്തൊരു പൃഥ്വിരാജ് എന്നൊരു പയ്യൻ ക്യാരക്ടർ ചെയ്യുന്നൊരു പയ്യൻ അവന്റെ ഫാനായി പോയി. അസാധ്യ പെർഫോമറാണ്. എല്ലാവരും നല്ല പെർഫോമൻസാ, പിള്ളേരെല്ലാം. നമുക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. കണ്ണൻ നായരായാലും ആനന്ദ് മന്മഥനായാലും അങ്ങനെ ഒരുപാട് പേര് എന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കുട്ടികളാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പൃഥ്വിരാജ് എന്നൊരു ക്യാരക്ടർ കൈകാര്യം ചെയ്തൊരു പയ്യൻ, പേരെനിക്കറിയില്ല. നല്ലൊരു മൂവിയാണ്, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. എല്ലാവരും കാണണം. നല്ലൊരു മെസ്സേജ് അതിനകത്തുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ല് പോകും. അത് അടിപൊളിയായിരുന്നു, അടിപൊളി. പിള്ളേരെല്ലാം നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിള്ളേരുടെ ഒരു പടമാണ്, നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. നല്ലോണം വേറെ എല്ലാം കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സ്കൂളിലെ പൊളിറ്റിക്സ് പറയുന്നത് വളരെ നല്ല സിനിമയാണ്, നല്ല സിനിമയായിരുന്നു. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. അടിപൊളി പടമാണ്. ബേസിക്കലി ഈ പറഞ്ഞ പോലെ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത പടമാണെന്നും പറഞ്ഞ് ആരും കാണാതിരിക്കരുത്. തീർച്ചയായും തിയേറ്ററിൽ വന്ന് കാണണം. കാരണം സിനിമയുടെ ക്ലൈമാക്സിൽ നമുക്കൊരു സാധനം കാണിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത്യാവശ്യമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂളുകളെല്ലാം പാലിക്കേണ്ടതാണ്. കെ.ബി. ഗണേഷ് കുമാറിൻ്റെ സാറിൻ്റെ സ്കൂളിൽ ഈ സിനിമയ്ക്ക് ശേഷം ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേരളത്തിലെ എല്ലാ സ്കൂളിലും കൊണ്ടുവരേണ്ടതാണ്. അതെന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. അജു വർഗീസിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകൾ ഒന്നാണ്. ജോണി ആൻ്റണി ആണെങ്കിലും അതുപോലെ സൈജു കുറുപ്പിൻ്റെ ഗസ്റ്റ് പെർഫോമൻസ് ആണെങ്കിലും കുട്ടികളുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളവരാണെങ്കിലും എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയൊരു ഒരു കുട്ടികളെ വെച്ചുകൊണ്ടുള്ള സിനിമ ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അവർക്ക് ചെറിയ ബഡ്ജറ്റിലാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും തിയേറ്ററിൽ വന്നേണ്ട സിനിമ കാണണം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ഈ സിനിമയിൽ പറയുന്നില്ല. പക്ഷേ ഈ സിനിമ കാണുന്നവർക്ക് ഒരു രാഷ്ട്രീയം കിട്ടും. ആ രാഷ്ട്രീയം കണക്റ്റ് ആയാൽ നല്ലതാണ്. അത് ഇന്നത്തെ സൊസൈറ്റിക്ക് നല്ലതാണ്. അങ്ങനത്തെ ഒരു പടമല്ല. ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണിക്കക്കല്ലൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധം, ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അധ്യാപനം നടത്തുന്ന ശ്രമം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല ഈ സിനിമ. കുട്ടികളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കുട്ടികളുടെ മാത്രം കഥയല്ല. ഇത് ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ലൈഫുണ്ട്. അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ട് ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായും ഇതൊരു കുട്ടികളുടെ സിനിമയാണെന്ന് മാത്രം കരുതി മാറ്റി നിർത്തരുത്. എല്ലാ തരത്തിലും ഓഡിയൻസിനും പറ്റുന്നൊരു സിനിമയാണ്.